ഹറാമിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹറാമായി മാറും, വാജിബിലേക്ക് എത്തിക്കുന്നതെല്ലാം വാജിബായി മാറും, കറാഹത്തിലേക്ക് എത്തിക്കുന്നതെല്ലാം കറാഹത്തായി മാറും, സുന്നത്തിലേക്ക് എത്തിക്കുന്നതെല്ലാം സുന്നത്തായി മാറും, ഹലാലിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹലാലായി മാറും. ഇത് തെറ്റിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും, തെറ്റിൻ്റെ ഗൗരവത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതും ഹറാമാണ്, ഇതും ഹറാമാണ്. രണ്ടും ഹറാമിനും ഒരേ ശിക്ഷയാണോ ചോദിച്ചാൽ അല്ല, അത് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ഇതിൽ തന്നെ ഇപ്പം മോഷണം തന്നെ എല്ലാ മോഷണത്തിനും ഒരേ കുറ്റമാകുമോ? ഇല്ല. അത് മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം അനുസരിച്ച് മാറും, മോഷ്ടിക്കുന്ന ആളുടെ സാഹചര്യം അനുസരിച്ച് മാറും, മോഷ്ടിക്കപ്പെടുന്ന വസ്തുവിൻ്റെ മൂല്യം അനുസരിച്ച് മാറും. അതൊക്കെ വ്യത്യസ്തമാണ്. ഉമർ ഖത്താബിൻ്റെ കാലത്ത് ക്ഷാമുണ്ടായപ്പോൾ മോഷ്ടാവിന് ശിക്ഷ കൊടുക്കാതെ വിട്ടയച്ചു. ക്ഷാമകാലത്ത് കാരണം പട്ടിണി കൊണ്ട് എടുക്കാറായിട്ടാണ് ഓൻ മോഷ്ടിക്കുന്നത്. അന്ന് മോഷ്ടിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാലും ഓനൊരു ഇളവിന് ഒരു ചാൻസ് അവിടെ ഉണ്ട്. അത് പരിഗണിച്ചു ഉമർ ഖത്താബ്. വരൾച്ച കാലത്ത് മോഷ്ടിച്ചവന് അദ്ദേഹം വിധി നടപ്പാക്കിയില്ല. അതിനർത്ഥം വന്ന് മോഷ്ടിക്കാൻ പറ്റുന്നല്ല, മോഷ്ടിക്കപ്പോഴും പറ്റൂല. പക്ഷെ എന്നാലും അവൻ്റെ മോഷണത്തിന് ഒരു മാനുഷിക പരിഗണന വേണമെങ്കിൽ കൽപ്പിക്കാനുണ്ട് എന്ന് ഭരണാധികാരിക്ക് അവിടെ അധികാരമുണ്ട്. അങ്ങനെ തീരുമാനമെടുക്കാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ട്. അദ്ദേഹം അവിടെ അന്ന് ശിക്ഷ നടപ്പാക്കാതെ വിട്ടു. അപ്പം ഏതിലേക്ക് എത്തിക്കുമോ അതിൻ്റെ ഹുക്കുമാണ് വസീലകൾക്ക് ഉണ്ടാവുക. അപ്പം ഹറാമിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യവും ഹറാമാണ്, വാജിബിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും വാജിബാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഷിർക്കല്ല. കാരണം ഷിർക്ക് ഹുക്കുമല്ല, ഷിർക്കിൻ്റെ ഹുക്കും എന്താണ്? ഹറാം. ഹുക്കും 5 ഉള്ളൂ: വാജിബ്, മന്ദൂബ്, ഹലാല്, കറാഹത്ത്, ഹറാം. ഈ 5 വിധിയേ ഉള്ളൂ. ഷിർക്കിൻ്റെ വിധി എന്ത്? ഹറാം. കുഫറിൻ്റെ വിധി എന്ത്? ഹറാം. അപ്പൊ ഷിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ്. എന്തുകൊണ്ട്? ഷിർക്ക് ഹറാമാണ്. അതുകൊണ്ട് ഷിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ്. അത് വ്യഭിചാരത്തേക്കുള്ള വഴികളൊക്കെ വ്യഭിചാരമാണോ? അല്ല. എന്നാൽ അത് ഹറാമല്ലേ? ആണ്. എന്ന പോലെ അപ്പൊ ഷിർക്കിലേക്ക് എത്തിക്കുന്ന വസീയത്തു ഷിർക്കൊക്കെ ഷിർക്കാണ് പറയാൻ പറ്റില്ല. പിന്നെ വസീലാവില്ലല്ലോ. വസീയത്തു ഷിർക്കാ പിന്നെ വസീലല്ലോ. അപ്പൊ വസീലയാണോ എങ്കിൽ ആ വസീല എങ്ങോട്ടെക്കും? ഷിർക്കിലേക്ക് എത്തും. ഷിർക്ക് എത്തിക്കഴിഞ്ഞാൽ ഹറാം, ആ എത്തിക്കുന്ന വഴിയും ഹറാം. അപ്പൊ ഈ തത്വപ്രകാരം മാനയത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബുൻ എന്ന തത്വപ്രകാരമാണ് ഇവിടെ ഹംബലി മദ്ഹബുകാർ ഈ അഭിപ്രായം പറഞ്ഞത്. 2 ന്യായമാണ് അവർക്ക്. ഒന്ന് ഈ തത്വം, കാരണം രസായ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, അത് മാറ്റിവെക്കൽ ഹറാമാണ്, അല്ല മാറ്റിവെക്കൽ നിർബന്ധമാണ്. ആ നിർബന്ധം പൂർത്തിയാകണമെങ്കിൽ ഇവിടെ 2ഉം മാറ്റിവെക്കണം. അതുകൊണ്ട് 2ഉം മാറ്റിവെക്കൽ നിർബന്ധമായി. അപ്പൊ 2ഉം ഉപയോഗിക്കൽ ഹറാമായി. അതാണ് ഹറുമ ഇസ്തിഅ്മാലുഹുമാ. മനസ്സിലാക്കണോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. ഹറുമ ഇസ്തിഅ്മാലുഹുമാ, 2ഉം ഉപയോഗിക്കൽ ഹറാമായി. അതാണ് നളരിയായ അത് വീക്ഷണത്തിലൂടെയുള്ള തെളിവായിട്ടാണ് അവർ സ്ഥാപിച്ചത്. മറ്റൊന്ന്, നബിയിൽ നിന്ന് വന്ന മറ്റു ചില വിഷയത്തിൽ വന്ന ചില സൂചനകൾ, ഈ വിഷയത്തിലല്ലെങ്കിലും സമാനമായ വിഷയങ്ങൾ നബി തങ്ങൾ പറഞ്ഞ ചില സംഗതികൾ, അത് ഇതിലേക്ക് കൂടി അവർ ഖിയാസായി സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു വേട്ടനായെ വിട്ടയച്ചിട്ട് ആ വേട്ടനായെ പിടിച്ചുകൊണ്ട് വന്ന വേട്ടമൃഗത്തെ ഭക്ഷിക്കാം, ഖുർആൻ പറയുക കാര്യമാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ വേട്ടനായയുടെ കൂടെ മറ്റൊരു നായയെ നീ കണ്ടാൽ പിന്നെ നീ ആ മൃഗത്തിനെ ഭക്ഷിക്കരുത്. കാരണം ഈ 2 നായകളിൽ ഏത് നായയാണ് അതിനെ പിടിച്ചത് എനിക്കറിയില്ലല്ലോ. വേട്ടനായനെ വിട്ടയച്ചു. കുറെ കഴിഞ്ഞപ്പോൾ നായ ഒരു ജീവിയെയും പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ നായയുടെ കൂടെ മറ്റൊരു നായയുമുണ്ട് എങ്കിൽ ഈ വേട്ടയാടപ്പെട്ട ജീവിയെ ഭക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം മറ്റേ നായയാണ് കടിച്ചതെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റില്ല. വേട്ടനായ കടിച്ചാൽ മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. കാരണം വേട്ടനായക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്താണ്. വേട്ടനായ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ നായയാണ്. ട്രെയിനിങ് കിട്ടിയ നായ യജമാനു വേണ്ടി കടിക്കുന്നതും തനിക്ക് വേണ്ടി കടിക്കുന്നതും 2 തരത്തിലാണ് അത്രേ. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നായ തിന്നാൻ വേണ്ടി കടിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന സ്രവങ്ങളും തിന്നാൻ ഉദ്ദേശമില്ലാതെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്രവങ്ങളും വ്യത്യാസമുണ്ടത്രേ. അതുകൊണ്ട് വേട്ടനായ ട്രെയിനിങ് കൊടുത്ത് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ട്രെയിനിങ് കിട്ടിയ നായ എന്നത്, അല്ലാത്ത വേറെ നായല്ല. അപ്പോൾ വേറെ നായനൊപ്പം കണ്ടു എങ്കിൽ ഈ വേട്ടയാടപ്പെട്ട് കൊണ്ടുവന്നത് ഭക്ഷിക്കാൻ പറ്റൂല. അതേപോലെ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഒരു പക്ഷിയെ ഒരാൾ വെടിവെച്ച് അയാൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷിക്കാം. പക്ഷെ അത് നേരെ വെള്ളത്തിലേക്ക് വീണു. വെടികൊണ്ടു, പക്ഷി വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് എങ്കിൽ നീ അതിനെ ഭക്ഷിക്കരുത്.
കാരണം വെള്ളത്തിൽ വീണിട്ടാണോ ചത്തത്, എൻ്റെ വെടി കൊണ്ടാണോ ചത്തത് എന്നറിയില്ലല്ലോ. വെടി കൊണ്ട് ചത്തതാണെങ്കിൽ ഓക്കെ, എന്നാൽ വെടി കൊണ്ട് ചത്തിട്ടില്ല, വെടി കൊണ്ട് വീണിട്ടേ ഉള്ളൂ, ചത്തത് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് എങ്കിൽ അത് മൈത്തത്തായി, ശവമായി മാറി. അപ്പം അത് തിന്നാൻ വകുപ്പില്ല. അപ്പം ആ രണ്ട് ഹദീസും ഇതിലേക്ക് ഒരു അടിസ്ഥാനമായി സ്വീകരിക്കാം. അപ്പം അവിടെ എന്തുകൊണ്ട് അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു? രണ്ട് സാധ്യത ഉണ്ടല്ലോ. രണ്ട് സാധ്യത ഉണ്ടായിട്ടും നബിതങ്ങൾ ആ സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. എന്ന പോലെയല്ലേ ഇവിടെ രണ്ട് വെള്ളമുണ്ട്, ഒന്ന് തുഹൂറാണ്, ഒന്ന് നജിസാണ്. പക്ഷേ രണ്ടാൽ ഒന്നിനെ വേർതിരിക്കാൻ നിർവാഹമില്ല എങ്കിൽ ഈ പറയപ്പെട്ട തത്വപ്രകാരവും നേരത്തെ പറഞ്ഞ ഈ രണ്ട് ഹദീസുകളുടെ വെളിച്ചത്തിലും ഈ രണ്ട് വെള്ളവും ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് ഹംബലി മദ്ഹബ്. ഞാൻ അവിടെ സൂക്ഷ്മത പാലിക്കേണ്ട കാര്യമില്ല. നബിയോട് പറഞ്ഞില്ല ഇതൊന്ന് നോക്കേ, മറ്റേ നായി കടിച്ചക്കണോ, അതിന് തൊള്ളിൽ വല്ല ശേഷിപ്പുണ്ടോ, അതിന് പല്ലുമ്പോൾ രക്തമായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്താണ് എന്നല്ല പറഞ്ഞത്. ഇനി അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വലാ യതഹറ എന്ന് പറഞ്ഞത്. ഹറുമ ഇസ്തിഅമാലുഹുമ വലാ യതഹറ. ഇനി അതിൽ ശരിയെ തിരിച്ചറിയാനുള്ള സൂക്ഷ്മത പാലിക്കേണ്ടതില്ല. അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അതിൽ വേർതിരിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നോക്കേണ്ടതില്ല എന്നാണ് ഹംബലി മദ്ഹബിലെ ഒന്നാമത്തെ അഭിപ്രായം. എന്നാൽ ഹംബലി മദ്ഹബിൽ തന്നെ രണ്ടാമത്തെ അഭിപ്രായമുണ്ട്. സാഹചര്യ തെളിവുകളാൽ ഇതിൽ നിന്ന് തുഹൂറിനെ വേർതിരിക്കാൻ വല്ല സാധ്യതയുമുണ്ടെങ്കിൽ അത് പരിഗണിക്കാം. സാഹചര്യ തെളിവ് കൊണ്ട് സാധാരണഗതിയിൽ കഴിയില്ല. സാഹചര്യ തെളിവുകളാൽ ഒന്ന് നേഴ്സാണ്, മറ്റു തുഹൂറാണ് എന്ന് ഏതെങ്കിലും നിലയ്ക്ക് അവന് വേർതിരിക്കാൻ ഒരു സാധ്യത കിട്ടി. ആ സാധ്യത യഖീനാകണമെന്നില്ല, യഖീനാവൂല. യഖീനായപ്പോൾ ഇസ്തിബാഹില്ലല്ലോ. നേരെ മറിച്ച് ഒരു കൂടുതൽ ഒരു മികച്ച ധാരണ കുറെ ആലോചിച്ചപ്പോൾ പിന്നെ ഓർമ്മയായി, മഞ്ഞ വക്കത്തിലായിരുന്നു അല്ലെങ്കിൽ ചുവപ്പിലായിരുന്നു എന്ന് ഓർമ്മയായി. അങ്ങനെയൊക്കെ ഇവിടെ തന്നെ പിടിച്ച് ആലോചിച്ചുണ്ടാക്കിയിട്ട് ഒക്കെ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് കൂടുതൽ സാധ്യത. അങ്ങനെ വന്നാൽ അതിനെ മുന്തിക്കാം എന്നാണ് രണ്ടാമതൊരു അഭിപ്രായം. അതാണ് ഷാഫി മദ്ഹബിലെയും പ്രബലമായ അഭിപ്രായം. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അതാണ് യഥാർത്ഥത്തിൽ ശരിയും. കാരണം നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, ഒരു നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായാൽ ഏറ്റവും ശരിയായത് ഏതാണോ അതവൻ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം 3 സ്കേച്ചോ 4 സ്കേച്ചോ നമുക്ക് ചെയ്യാം, 9 വന്നോട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പം കിബിലയെ പറ്റി ഇപ്പം ഒരു സ്ഥലത്ത് നമ്മൾ എത്തി, കിബില എടുക്കുന്നത് യാതൊരു പിടുത്തമില്ല, എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒരു പിടുത്തമില്ല എങ്കിൽ അവൻ ചെയ്യേണ്ടതാണ് അവൻ്റെ നിഗമനം വെച്ചുകൊണ്ട് ഏതാണ്ട് ഏത് ഭാഗത്തേക്കാണോ ആവാൻ സാധ്യത ആ ഭാഗത്തേക്ക് തിരിഞ്ഞോ നിസ്കരിക്കാം. അപ്പം പകലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സൂര്യൻ നോക്കാം, രാത്രിയാണെങ്കിൽ അതും കഴിയില്ല, ദിശ അറിയുന്നില്ല, ഏത് ഭാഗം ഒരു പിടുത്തം കിട്ടുന്നത്, ഒരു മരുഭൂമി പോയി പെട്ടു, ഒരു അന്യപ്രദേശത്ത് പോയി പെട്ടു, ഒരു സംവിധാനവുമില്ല എങ്കിൽ അവൻ നിസ്കരിക്കാതെക്കണോ? വേണ്ട. അവൻ്റെ നിഗമനം വെച്ചുകൊണ്ട് ഏത് ഭാഗത്തേക്കാണ് ഖിബില എന്നാണോ അവന് മികച്ച ധാരണ ഉണ്ടാകുന്നത് ആ ഭാഗത്തേക്ക് അവന് തിരിഞ്ഞ് നിസ്കരിക്കാം എന്നാണ് ഹദീസിൽ പഠിപ്പിച്ചത്. അപ്പം അത് ഇതിലേക്കും ബാധകമാക്കാമല്ലോ എന്നാണ് ഷാഫി മദ്ഹബുകാർ തെളിവാക്കി പിടിച്ചത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ മസലയാണിത്. അതുകൊണ്ട് അത് ഈ വിഷയത്തിലേക്കും ബാധകമാക്കാം. അതുകൊണ്ട് രണ്ടിൽ ഒരു വെള്ളത്തെ വേർതിരിച്ചറിയാൻ വല്ല വഴിയും ഉണ്ടെങ്കിൽ അത് വേർതിരിച്ചറിയാനുള്ള വഴി അവന് സ്വീകരിക്കാം എന്നാണ്. അപ്പം അപ്പോഴും ഒരു ചെറിയ സാധ്യത ബാക്കിയില്ലേ? ഉണ്ട്. അങ്ങനെ പോകാൻ എടുത്താലും 100% ഉറപ്പായിട്ടില്ലല്ലോ. ഒരു ചെറിയ സാധ്യത അപ്പോഴും ബാക്കിയുണ്ട്. ഒരു പക്ഷേ എടുത്ത വെള്ളം നേസായ വെള്ളമായിരിക്കാം, എടുക്കാത്ത വെള്ളമായിരിക്കാം, ഒരു പക്ഷേ തുഹൂറായ വെള്ളം. അങ്ങനെ ചെറിയ സാധ്യത ഇല്ലേ? ഉണ്ട്. യഖീനില്ല. എന്നാലും അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി അവൻ ചെയ്തു. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളെയും അല്ലാഹു തആല കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല എന്ന് പറഞ്ഞ പൊതുതത്വപ്രകാരം ആ ഒരു സാധ്യത അപ്പുറത്തുണ്ടെങ്കിലും അവൻ അതാണ് എടുക്കേണ്ടത്. കാരണം ഇനി ആ സാധ്യത അവൻ തള്ളണം എന്ന് പറഞ്ഞാൽ ആ ഒരു സാധ്യത വെച്ചുകൊണ്ട് ആ സംശയത്തിൻ്റെ പേരിൽ 2 വെള്ളവും വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഒതുക്കാൻ എന്താ ചെയ്യേണ്ടത്? തൈമും ചെയ്യണം. വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ചയില്ല, തൈമും ചെയ്യണം. അപ്പം തൈമും ചെയ്യാണോ നല്ലത്, അല്ല ഈ വെള്ളത്തെ ഉപയോഗിക്കുകയാണോ നല്ലത്? വെള്ളം മുമ്പിലുണ്ട്, ഈ ഒരു ആശയക്കുഴപ്പം കൊണ്ട് കൺഫ്യൂഷൻ കൊണ്ട് സ്റ്റക്കായതാണല്ലോ. അപ്പം ഈ രണ്ടും ഹറാമാന്ന് പറഞ്ഞ് സാഹചര്യത്തിൽ തെളിവൊന്നും നോക്കാതെ രണ്ടും മാറ്റി വെച്ചാൽ
ഇനി ഓൻ വെള്ളം തന്നെ ഇല്ലാതെ തൈമം ചെയ്യാൻ ആണ് പോണത്. അപ്പൊ അതിനാണോ മുൻതൂക്കം? അതല്ല, സാഹചര്യത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് കൂടുതൽ പിന്നെ പ്രാമുഖ്യം ഏതിനാണ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മുന്തിക്കലാണോ നല്ലത് എങ്കിൽ അവിടെ അത് മുന്തിക്കലാണ് നല്ലത് എന്ന തത്വപ്രകാരമാണ് ഷാഫി മദ്ഹബിൽ അത് എടുക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞത്. അതാണ് കൂടുതൽ ശരിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് ബലപ്പെടുത്തി പറഞ്ഞ ആ അഭിപ്രായമാണ്. ഹംബലി മദ്ഹബിൽ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായമല്ല, ഹംബലി മദ്ഹബിലെ രണ്ടാമത്തെ അഭിപ്രായമാണ് അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത്. അത് ഷാഫി മദ്ഹബിലെ ഒന്നാമത്തെ അഭിപ്രായമാണ്. അതാണ് പൊതുവായ തത്വങ്ങളോടും ഇസ്ലാമിൻ്റെ പൊതുവായ കാഴ്ചപ്പാടുകളും. കാരണം ഏത് വിഷയത്തിലും ഇതേപോലെ വരാലോ. ഇപ്പം കിബിലിൻ്റെ വിഷയം പറഞ്ഞു, അവിടെ കിബില ഒന്നും നോക്കണ്ട എന്ന് പറയോ? ഇല്ല. അയാൾക്ക് കൂടുതൽ എങ്ങോട്ടാണോ സാധ്യത തോന്നുന്നത് അങ്ങോട്ട് നിസ്കരിക്കാം. ഞാൻ തെറ്റിദ്ധരിക്കാം, അയാൾക്കൊന്നുമില്ല, ഒരു പ്രശ്നമില്ലല്ലോ, അയാൾക്ക് പ്രശ്നമില്ല. അയാൾ പരമാവധി അയാൾ ഗവേഷണം ചെയ്തു, പല വഴിക്കും നൈല് നോക്കി ദിശ നോക്കി ഇതൊക്കെ നോക്കിയിട്ട് പിടുത്തില്ല. ഏതാണ്ട് ഓനാണ്ട് തോന്നി ഇതായിരിക്കും പടിഞ്ഞാറ്, അവിടെ നിസ്കരിക്കാം എങ്കിൽ ഓനാ നിസ്കാരം പോലെ അത് മതി. അപ്പം എല്ലാ രംഗത്തും ഇസ്ലാം പഠിപ്പിച്ച പൊതു തത്വം അതാണ്. കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കുക, അതിനപ്പുറമുള്ള അല്ലാഹു തആല കീർത്തിക്കുകയില്ല. വത്തഖുല്ലാഹ മസ്തത്വഅ്തും, സാധിക്കുന്ന അത്ര നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക എന്നല്ലാഹു പറഞ്ഞു. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, കഴിവിനപ്പുറം അല്ലാഹു തആല ഒരാളെയും കീർത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ പൊതു തത്വപ്രകാരം ഇവിടെയും അവൻ്റെ കഴിവ് മാക്സിമം ഉപയോഗപ്പെടുത്തുകയും അതിനപ്പുറമുള്ളത് അവന് ഏൽപ്പിക്കപ്പെട്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കി അവന് ഇതിലേക്ക് നീങ്ങുകയും ചെയ്യാം എന്നതാണ് കൂടുതൽ ശരി. എങ്ങനെ? അതെ, കൂടുതൽ അത് ഈ വിഷയത്തിലല്ല, അത് ഈ വിഷയത്തിലല്ലല്ലോ, അത് വേട്ടയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞതാണ്. അത് ഭക്ഷണം കഴിക്കലാണ്, അത് വയറ്റിലേക്ക് എത്തലാണ്. ഇതതുപോലെയല്ല, അവിടെ തിന്നുകയാണല്ലോ. അപ്പം ഹറാമ ഉള്ളിലേക്ക് എത്തുന്ന വിഷയം കൂടെ അവിടെ വരുന്നുണ്ട്. ഇതിനത്രല്ല, ഇതൊരു ദീനിയായ ശുദ്ധീകരണമാണ്. വുളു നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യലാണ്, അല്ലെങ്കിൽ കുളിക്കലാണ് അതവിടെ വരുന്നത്. അതുകൊണ്ട് മറ്റ് ദിമ ഖിയാസാക്കാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ട് അത് ദിമക്ക് ഒരു അസ്ലായി എടുത്തുകൂടാ എന്നവർ പറഞ്ഞത്. വല്ലാഹു അഅലം. ഏതായാലും നമ്മുടെ കിതാബ് എഴുതിയ ആളുടെ വീക്ഷണപ്രകാരവും ഹംബലി മദ്ഹബിലെ ഒന്നാമത്തെ അഭിപ്രായ പ്രകാരവും ഈ രണ്ട് വെള്ളം ഉപയോഗിക്കൽ ഹറാമാണ്. അതാണ് ഫൈസ്തബഹ തുഹൂറുൻ ബിനജിസിൻ ഹറുമ ഇസ്തിഅ്മാലുഹുമാ വലാ യതഹറ. ഇത് രണ്ടും ഉപയോഗിക്കൽ അവന് ഹറാമാണ്. വലം യതഹറ, അവനവിടെ തഹരി സൂക്ഷ്മത പാലിക്കൽ അവനില്ല, അത് ആവശ്യമില്ല, ഒഴിവാക്കുക. അപ്പം അത് പ്രകാരം രണ്ടും ഒഴിവാക്കുക. വേറെ വെള്ളല്ലേ ഒരു തൈമം ചെയ്യാം. ഈ രണ്ട് വെള്ളം ഉപയോഗിക്കേണ്ട, അത് മാറ്റി വെച്ചിട്ട് അവൻ തൈമം ചെയ്യുന്നു എന്നാണ്.